വലിയ നോമ്പിലെ 5-ാമത്തെ ആഴ്ചയാണ്. 5-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൂനിയായ സ്ത്രീയെ ഒരു ശാബത ദിവസം ഒരു സംഘാലയത്തിൽ വെച്ച് യേശു സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇന്നത്തെ ധ്യാന വിഷയം. കൂനിയുടെ ഞായറാഴ്ച എന്നാണ് ഇന്നത്തെ ദിവസത്തിന് പറയുന്ന പേര്. കൂനിയുടെ ഞായറാഴ്ച, കൂനിയുടെ ഞായറാഴ്ച എന്നാണ് പറയുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വേദവായന ഭാഗം. ഇവിടെ നമ്മൾ വായിക്കുന്ന വേദഭാഗം 18 വർഷമായി ഒട്ടും നിവരാൻ കഴിയാതിരുന്നൊരു സ്ത്രീ ഈ സംഘാലയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. കർത്താവ് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുക. ഈ സ്ത്രീ ഇങ്ങനെ 18 വർഷമായിട്ട് ഒട്ടും നിവരാൻ കഴിയാതിരുന്നൊരു സ്ത്രീ എന്നാണ് പറയുക. കൂനിയായ സ്ത്രീ, ട്രിപ്പിൾഡ് ഊണെന്നാണ് പറയുക. ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോകുക എന്നാണ് എൻ്റെ അർത്ഥം. എങ്ങനെയാണ് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ കൂനി പോകുന്നത്? പണ്ട് കാലത്ത് നമ്മൾ ഇതുപോലെയുള്ള ധാരാളം ആളുകളെ കാണുമായിരുന്നു. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇങ്ങനെ കൂനി നടക്കുന്ന വല്യമ്മച്ചിമാരുണ്ടായിരുന്നു, അപ്പച്ചമാരുണ്ടായിരുന്നു. എന്നാൽ പണ്ട് ഈ ജോലികളെല്ലാം ഇങ്ങനെ കുനിഞ്ഞു നിന്നാണ് ചെയ്യുന്നത്. അടുപ്പാണെങ്കിലും താഴെയാണ്, തറയിലിരുന്നാണ് എല്ലാം ചെയ്യുന്നത്. കുനിഞ്ഞു തോന്നി ഇങ്ങനെ അവരുടെ നടു വളഞ്ഞു പോകും. അപ്പം അങ്ങനെ നടന്ന് അവരുടെ നടു അങ്ങ് വളഞ്ഞു പോവുക. പ്രാരാബ്ധങ്ങൾ കൊണ്ട് നട്ടല് വളഞ്ഞു പോയ മനുഷ്യർ ഇങ്ങനെ അതൊരു സ്ഥലം കാഴ്ചയായിരുന്നു നമ്മുടെ നാട്ടിൻ പറമ്പിൽ. ഇന്ന് അങ്ങനെയുള്ള മനുഷ്യരില്ല. അന്ന് ഈ ആളുകളൊക്കെ പോലെ നടക്കുന്നത്, അമ്മച്ചിമാരെ പോലെ അങ്ങനെ നടക്കുന്നവരുണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറി നമ്മളിപ്പോൾ എങ്ങനെ നടക്കുന്നത്? യേസു പോലെ ഈ ഞെളിഞ്ഞാണ് നടക്കുന്നത്. പള്ളി വന്നാൽ എല്ലാവരും നമ്മളിങ്ങനെ ഞെളിഞ്ഞ് നടക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു കാലത്താണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് അത്രയും പ്രാരാബ്ധങ്ങളൊന്നുമില്ല. ഈ കുടിഞ്ഞൊന്നും ചെയ്യേണ്ട ജോലികളൊന്നും ഇല്ല. നമ്മൾ വലിയ സംവിധാനങ്ങളൊക്കെ, ചൂലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അറ്റത്ത് വലിയ കമ്പൊക്കെ വെച്ച് കെട്ടി നെട്ടനെ നിന്ന് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ അരയ്ക്കുന്നതാണെങ്കിലും പൊടി എല്ലാം നമ്മൾ അങ്ങനെയാണ്. നിവർന്നു നിന്നും ചെയ്യാവുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നത്. ഈ നടുവളയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് കൂനി ഇല്ലാതായി പോയത് അതുകൊണ്ടാണ്. നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പ്രാരാബ്ധങ്ങൾ ഉള്ള ഒരു സ്ത്രീ, കുനിഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ, അവളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടിയ ഒരാൾ, മറ്റാരെയും കാണാതെ, മുകളിലേക്ക് നോക്കാനാകാതെ, നിവരാനാകാതെ ഇങ്ങനെ വളഞ്ഞു നടക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. പക്ഷെ നമ്മൾ പതിവായിട്ട് പള്ളിയിൽ വന്നു എന്നതാണ്. എല്ലാ ദിവസവും പള്ളിയിൽ 18 വർഷമായിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ആരാധനയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ 18 വർഷങ്ങളായിട്ട് അവർ ഇടഞ്ഞോ വലിഞ്ഞോ എങ്ങനെയെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശാരീരിക ബലഹീനത നമ്മൾ പലപ്പോഴും ഈ പള്ളി വരാത്തതിനൊക്കെ ഒരു കാരണം പറയുന്നത് വയ്യ, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, അവിടെ വന്നാൽ എനിക്ക് ഇച്ചിരി നേരം നിൽക്കാൻ വയ്യ. അതാണ് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ പറയുന്നത്, ശാരീരിക ബലഹീനതകളാണ്. പക്ഷെ നമുക്ക് വേണ്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്നതുകൊണ്ട്, കല്യാണങ്ങൾക്ക് അതുപോലെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ നമ്മൾ പോവുകയും ചെയ്യും. പള്ളിയിൽ വരുന്നത് പല ആളുകളും ശാരീരിക ബലഹീനതകൾ, ചെറിയൊരു പനി വന്നാൽ, എന്തെങ്കിലും ഒരു അസ്വസ്ഥ വന്നാൽ അന്ന് പള്ളി മുടങ്ങും. പക്ഷേ ഈ സ്ത്രീ കഴിഞ്ഞ 18 വർഷമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഴഞ്ഞും വലിഞ്ഞും നടന്നും ചതഞ്ഞും ഒക്കെ ഈ സ്ത്രീ വന്നുകൊണ്ടിരിക്കുക. അതായത് ഈ സ്ത്രീക്ക് സൗഖ്യം കിട്ടാൻ കാര്യം എന്താണ്? ഈ പർട്ടിക്കുലർ ഡേയിൽ അവിടെ ഉണ്ടായിരുന്നതാണ്. അതായത് സൗഖ്യം വ്യാപരിക്കുന്ന ഇടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു, അവളുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. എപ്പോഴാ സൗഖ്യം കിട്ടുക, എവിടാ കിട്ടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൗഖ്യം വ്യാപരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും. സൗഖ്യം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ വചനം പറയുന്നിടത്ത്, ആരാധന അർപ്പിക്കുന്നിടത്ത്, ബലി അർപ്പിക്കുന്നിടത്തൊക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകും. നമ്മുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉണ്ടാകും. അതാണ് ഈ സ്ത്രീ അവിടെ വന്നു, വചനം കേട്ടുകൊണ്ടിരുന്നു. നമുക്ക് അവളൊന്നും പ്രാർത്ഥിച്ചതായിട്ടൊന്നും പറയുന്നില്ല, ഒരക്ഷരവും പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ ആ വയ്യാത്ത സ്ത്രീ അവിടെ ഇരുന്ന് കൂടിയിരുന്ന് കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ യേശു അവളെ കാണുകയാണ്. യേശുവിൻ്റെ ശ്രദ്ധയിൽ അവൾ കണ്ടു. നമ്മളൊക്കെ ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യരെയൊക്കെ കർത്താവിൻ്റെ ശ്രദ്ധയിലുണ്ട്. നമ്മുടെ ഭാരവും വേദനയും, നിങ്ങളുടെ സങ്കടങ്ങളും, നിങ്ങളുടെ കൂനും, നിവരാനാകാത്ത അവസ്ഥയും, നാടൻ കെട്ട് ഒക്കെ നിൽക്കുന്ന ചില അനുഭവങ്ങളും ഒക്കെ കർത്താവ് കാണുന്നുണ്ട്. കർത്താവിൻ്റെ ശ്രദ്ധയിലുണ്ട്. യേശു അവളെ കണ്ടു, അടുക്കൽ വിളിച്ചു, അവളുടെ മേൽ കൈവച്ച് അവളെ തൊട്ട് സുഖപ്പെടുത്തി. തൊടുക. പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് വേദപുസ്തകത്തിൽ. ദീർഘമായ പ്രാർത്ഥനയുണ്ട്. എരിഹോ മതിലൊക്കെ പിടിച്ചടക്കാൻ ഇസ്രായേൽ മക്കൾ പോയപ്പോഴവർ 6 ദിവസം ഓരോ പ്രാവശ്യം വലം വെച്ചു. 7-ാം ദിവസം 7 പ്രാവശ്യം വലം വെച്ചു. 13 പ്രാവശ്യം ഈ എരിഹോ മതിലിനെ വലം ചുറ്റി
കാഹളം മോദിയതിന് ശേഷമാണ് ഈ മതിൽ ഇടിഞ്ഞു വീഴുന്നത്. 7 ദിവസത്തെ ദീർഘമായൊരു പ്രാർത്ഥനയാണ്. അതേസമയം കർമ്മേൽ മലമുകളിൽ ഏലിയാവ് ബാലിന്റെ പ്രവാചകരെ വെല്ലുവിളിച്ച് നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. 2 വാചകമേ ഉള്ളൂ. കർത്താവേ എന്നോട് കരുണ ചെയ്യണം, ഉത്തരമരുളണമേ. 2 പ്രാവശ്യം അത് പറഞ്ഞു, യഹോവേ എന്നോട് ഉത്തരമരുളണം. ഇതാണ് വിശുദ്ധ കുർബാനയിലെ പട്ടക്കാരൻ ചൊല്ലുന്ന ഈ പ്രാർത്ഥന, ഏലിയാവിന്റെ പ്രാർത്ഥനയാണ്. കർത്താവേ എന്നോട് ഉത്തരമരുളണം. ഏലിയാവിന്റെ വലിയ പ്രാർത്ഥനയാണ്. 2 വാക്കേ പറഞ്ഞുള്ളൂ. ഉടൻ തീർന്നാണ്. 7 ദിവസത്തെ ഉപവാസം, 21 ദിവസത്തെ പ്രാർത്ഥനയും 90 ദിവസത്തെ ഒന്നുമില്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഒരു പ്രാർത്ഥന കർത്താവ് നിർവഹിക്കുക. അങ്ങനെ ഈ സ്ത്രീ ദിവസത്തിൽ പലതരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ദീർഘമായ പ്രാർത്ഥനയുണ്ട്, ചെറിയ പ്രാർത്ഥനയുണ്ട്, ഈ വാവ് ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയുണ്ട്, വായില്ല ശബ്ദമില്ലാത്ത പ്രാർത്ഥനയുണ്ട്. ഹന്ന പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. അവൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു, ഒരു വാക്കും പുറത്തോട്ട് വന്നില്ല. ഇവിടെ ഈ രഹസ്യമായ പ്രാർത്ഥനയുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. മറ്റൊരവസരത്തിൽ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 2 or 3 പേര് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ അവിടെ കാണും. പരസ്യമായ പ്രാർത്ഥനയാണ്. രഹസ്യ പ്രാർത്ഥനയുണ്ട്, പരസ്യ പ്രാർത്ഥനയുണ്ട്, ദീർഘമായ പ്രാർത്ഥനയുണ്ട്, ചെറിയ പ്രാർത്ഥനയുണ്ട്, ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്, വചനം കേൾക്കുന്ന പ്രാർത്ഥനയുണ്ട്. വചനം കേൾക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്, വചനം വായിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. ഒരാവശ്യവും പറയുന്നില്ല, ഒരു വിഷയവും വെക്കുന്നില്ല, ഒരു വിഷയം എഴുതി കൊടുക്കുന്നില്ല, വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതാ നല്ലതെന്നൊക്കെ ചോദിച്ചാൽ ഓരോ സാഹചര്യമാണ്, എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഒന്നും ഒന്നിന് പകരമല്ല. ചിലപ്പോൾ ദീർഘമായ പ്രാർത്ഥന, വെള്ളിയാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമ്മൾ ചെറിയ പ്രാർത്ഥന, സമയമില്ലാത്തപ്പോൾ നമ്മളൊരു സ്വർഗസ്വനായ നാമയെ മാത്രം ചൊല്ലും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ അർത്ഥങ്ങളോ അതിൻ്റെതായ പ്രസക്തിയോ ഒക്കെ ഉണ്ട്. ഒന്നൊന്നിനേക്കാൾ മെച്ചമൊന്നോ നല്ലതൊന്നോ പറയാനാകില്ല. ഓരോ സാഹചര്യം അനുസരിച്ചാണ്, സന്ദർഭം അനുസരിച്ചാണ്. വചനം കേൾക്കുന്ന ഒരിടങ്ങളിൽ നമ്മളാവുക, സൗഖ്യം വ്യാപരിക്കുന്ന ഇടങ്ങളിലാവുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ കാണുന്നത്, ഈ സ്ത്രീക്ക് സൗഖ്യം കിട്ടിയപ്പോൾ യേശുവിനെ ഒന്നും പറയുന്നില്ല, പറയാൻ പറ്റത്തില്ല. ഈ സ്ത്രീയോട് ഒന്നും പറയുന്നില്ല. ജനത്തിനോട് നോക്കിയിട്ട് സംഘാലയ പ്രമാണിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. സംഘാലയ പ്രമാണി പറയുകയാണ്, സൗഖ്യം പ്രാപിക്കാൻ 6 ദിവസം ഉണ്ടല്ലോ, ഈ ശാപത്തിൽ അത് പാടില്ല, ശാപത്തിൽ വേല ചെയ്യാൻ പാടില്ല. എന്നറിയില്ലേ? ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ജോലിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഹീലിംഗ് എന്ന് പറയുന്നത്, സൗഖ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. സൗഖ്യം പ്രാപിക്കുന്നത് ഒരു ജോലിയാണ്. ആ ജോലി ഈ ശാപത്തിൽ പാടില്ല. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇടാ നിന്റെ കാള, കഴുത, പശു തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോയി വെള്ളം കൊടുക്കത്തില്ല, അതിന് ആഹാരം കൊടുക്കത്തില്ല, അത് ജോലിയാണോ? അതിനോട് കരുണ കാണിക്കുന്ന ഒരു ജോലിയാണ്. ഇയാളുടെ പ്രശ്നം എന്താണ്? ഈ സ്ത്രീ നിവരുന്നത് ഇഷ്ടമല്ല. ഇവരൊക്കെ ഇങ്ങനെ കുറേ നാളിങ്ങനെയൊക്കെ കഴിയണം. മനുഷ്യൻ നട്ടല് നിവർത്തി നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്, അന്നുകൊണ്ട് ഇന്നുമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ നട്ടല് നിവർത്തി നിന്നുകൂടാ. പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവർ വെട്ടത്ത് വന്നുകൂടാ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടാ, പൊതുസ്ഥലങ്ങളിൽ സംസാരിച്ചുകൂടാ. പൗലോസിന്റെ കാലത്ത് പോലും ഉണ്ട് സ്ത്രീകൾ സഭയിൽ മിണ്ടുന്നത് ഉചിതമല്ല. ഇന്നത്തെ സാഹചര്യം അതൊക്കെ. സ്ത്രീകളിങ്ങനെ ഉയർന്നു നിൽക്കുന്നത്, നട്ടെല്ലാം നിവർത്തി പിടിച്ച് നിൽക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും കാലമായിട്ട് നമ്മൾ നോക്കൂ, പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കാൻ നോക്കുകയാണെങ്കിൽ ഇതുവരെയും 30% സംവരണം, 33% സംവരണം, എത്രയോ കാലങ്ങൾ കൊണ്ട് പറയുന്നു. പുരുഷന്മാരെ സമ്മതിക്കില്ല. സ്ത്രീകളിങ്ങനെ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നത് അവർ സമ്മതിക്കില്ല. സ്ത്രീകളുടെ നട്ടലൊക്കെ നിവർന്ന് നിന്നാലെന്ന പ്രശ്നം. ഈ കാലത്ത് സ്ത്രീകൾക്ക് ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സ്വയമായി നിലനിൽക്കാൻ പറ്റുമെന്നുള്ളൊരു വിചാരമുണ്ട്. അതുകൊണ്ട് ഈ പുരുഷന്മാരുടെ അടിമപ്പണിക്ക് അവർ നിൽക്കില്ല. അതുകൊണ്ട് ഈ അടിമപ്പണിക്ക് അവർ നിൽക്കത്തില്ല. അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഈ പെൺകുട്ടികൾ എന്ന് ഇങ്ങനെയൊക്കെ നിലനിൽക്കണം, ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ കലം തേച്ചും പാത്രം കഴിയൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നത് ആൾക്കാരാണ്. അടിമകളായി മനുഷ്യർ നിൽക്കണമെന്ന് വിചാരിക്കുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവ മിഷണന്മാരെ ആക്രമിക്കുന്നത് എന്തിനാണ്? അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതുകൊണ്ടാണ്. അവിടെ നട്ടല്ല നിവർന്നു നിന്നാൽ പിന്നെ അവർ കൂലി ചോദിക്കും, അവിടെ അവകാശങ്ങളെ കുറിച്ച് ചോദിക്കും, അഴിമതിയും ചൂഷണങ്ങളും അവർ ചോദ്യം ചെയ്യും. അത് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. എന്നിങ്ങനെ കുറെ വോട്ട് ബാങ്കുകളായി പറയുന്നിടത്ത് കുത്തുന്ന കുറെ മനുഷ്യര് പിടിപിടിക്കാനും തോർണം ഒട്ടിക്കാനുമായിട്ട് ഇങ്ങനെ കുറെ പേര് എന്നും ഉണ്ടാകണം. അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടരുത്, അവര് നല്ല നിലയിൽ വരരുത്. ഈ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും പറയുന്നത് കേട്ട് പഞ്ചമച്ഛം അടക്കി നിൽക്കുന്ന കുറെ അടിമപ്പണിക്കാർ എന്നും കാണണം എന്ന് ആഗ്രഹിക്കുന്നത്. ബംഗാളിലൊക്കെ അതാ സംഭവിച്ചത്, ഉത്തരേന്ത്യയിൽ ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസം കിട്ടരുത്, അന്ധവിശ്വാസങ്ങളിൽ അവർ തുടരണം, മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കരുത്. ആളുകളുടെ നട്ടല് നിവരുന്നതും നിവർന്നു നിൽക്കുന്നതും അന്തസ്സോടെ തലയുയർത്തി പിടിച്ച് ജീവിക്കുന്നതും നമ്മളെപ്പോലെ മറ്റുള്ളവരും ആകുന്നതും നമ്മൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല. അവരൊക്കെ എന്നും ഇങ്ങനെ കുറെ മനുഷ്യർ ഉണ്ടാകണമെന്നാണ് നമ്മുടെയൊക്കെ
യേശു എല്ലാവരുടെയും നട്ടല് നിവർത്തി അന്തസ്സോടെ ആരുടെയും മുമ്പിൽ അവസാനിച്ചും നടുവളച്ചും തലകുരിച്ചും അടിമപ്പണി ചെയ്തും എന്നും ജീവിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവസന്നദ്ധിയിൽ സ്വാതന്ത്ര്യമായിട്ട് നിവർന്നു നിൽക്കാനുള്ള തൻ്റെ ഇടവും അതിനുള്ള ശേഷിയുമാണ് കർത്താവ് നമുക്ക് ഈ സ്പർശനത്തിലൂടെ നൽകുന്നത്. മാത്രമല്ല, ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം. ഈ നിയമം, ശാപത്തിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഈ നിയമം ആർക്കു വേണ്ടിയാണ്? നമ്മുടെ ഒരു വിചാരം, ഈ നിയമം മറ്റുള്ളവർക്കും നമുക്ക് കരുണയും എന്നതാണ്. നിയമം മറ്റുള്ളവരെല്ലാം നിയമം പാലിക്കണം. നമ്മളോ? നമുക്ക് ഇച്ചിരി ഇളവൊക്കെ എടുക്കാം. നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മറ്റാരെങ്കിലും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്ന കണ്ടാൽ നമ്മുടെ ചോര തടയ്ക്കും. സടകുടഞ്ഞ് എഴുന്നേറ്റ് വായി വരുന്ന എല്ലാം വിളിച്ച് പറയും, എവിടെ പോവാടായിരുന്നു? അച്ഛന്മാരൊക്കെ ആണെങ്കിൽ ചെറുപ്പക്കാർക്ക് അങ്ങ് അച്ചോ ഒരു വിളിയാണ് അതിനകത്ത്. മറ്റാരും നിയമം ലംഘിക്കുന്നവർക്ക് ഇഷ്ടമല്ല. അവർക്ക് എങ്ങനെയും പോകാം, എങ്ങനെയും വണ്ടി ഓടിക്കാം, എത്ര സ്പീഡിലും പോകാം ഈ ചെറുപ്പക്കാർക്കൊക്കെ. പക്ഷെ പ്രായമായ ആരെങ്കിലും ഒരു അപ്പച്ചൻ പതുക്കെ ഓടിച്ചെന്ന് അപ്പച്ചോ വീട്ടിലെങ്ങാണ് ഇരുന്നൂടെ. മറ്റാരും നിയമങ്ങൾ ലംഘിക്കുന്നതോ അവർക്ക് സഹിക്കില്ല. ബാക്കിയുള്ളവരൊക്കെ നിയമം പാലിച്ചോണം. നമ്മൾക്ക് ഇളവുണ്ട്. ഒരു ഓഫീസിലെ മേധാവിക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം, ഇഷ്ടമുള്ളപ്പോൾ പോകാം, ഇഷ്ടമുള്ളപ്പോൾ കൂടാം. പക്ഷെ ജോലിക്കാരൊക്കെ കൃത്യമായിരിക്കണം. ഒരു മിനിറ്റ് താമസിച്ചുകൂടാ. അതാണ്. നമ്മളോട് നമുക്ക് കരുണയുണ്ട്, അനുഭവമുണ്ട്. നമ്മൾ ചെയ്യുന്ന സകലത്തെയും നമ്മൾ നീതീകരിക്കും, ന്യായീകരിക്കും. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ചട്ടപ്പടിയായിരിക്കണം, നിയമം പാലിച്ചോണം. ആശാൻ അടുപ്പിലാകാമെന്നാണ്, ആശാന്മാർക്ക് എന്തോ ആകാം. പക്ഷെ കുട്ടികൾ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കണം. അങ്ങനെയല്ല വേണ്ടത്. കർത്താവ് അങ്ങനെയല്ല പഠിപ്പിച്ചത്. നമ്മളുടെ കാര്യത്തിൽ ഡിസിപ്ലിൻ. നിയമം ആർക്ക് വേണ്ടിയാണ്? നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാനാണ്. നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാനാണ് നിയമം. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്ത് വേണം? കരുണ വേണം. ചിലപ്പോൾ ഒരാൾ സ്പീഡിൽ പോകുന്നവൻ എന്തെങ്കിലും അത്യാവശ്യം കാണും, അവരോടൊക്കെ കരുണ കാണിക്കുക. നമ്മളോട് നിയമം പാലിക്കുക. നമ്മൾ നിയമം പാലിക്കുകയും മറ്റുള്ളവർക്ക് കരുണ കൊടുക്കുകയും ചെയ്യണം. എല്ലാവരും നിയമം പാലിച്ചോണം. നമുക്ക് മാത്രം കരുണ എന്നുള്ളത് അത് ശരിയായൊരു നിലപാടല്ല. ബാക്കിയുള്ളവർക്കെല്ലാം കരുണയും സ്വന്തം കാര്യങ്ങളിൽ ഡിസിപ്ലിനും അച്ചടക്കവും നിയമവും. അങ്ങനെ എല്ലാ മനുഷ്യരും വിചാരിച്ചാൽ ലോകം നന്നാവും. എല്ലാവരും അവനവൻ നിയമം പാലിക്കുക. നിയമത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വരുത്തുന്ന ആളിനോട് സഹതാപവും അനുഭാവവും കരുണയും കാണിക്കുക. അതിൻ്റെ അർത്ഥം എല്ലാ നിയമലംഘനങ്ങളെയും നമ്മൾ ന്യായീകരിക്കണമെന്നോ അംഗീകരിക്കണമെന്നോ ഒന്നുമല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ ഒരു അബദ്ധം ഒരാൾക്ക് പറ്റിയാൽ അനുഭാവത്തോടെ അയാളെ കാണുക. നമ്മൾ ഒരിക്കലും നിയമങ്ങൾ ലംഘിക്കില്ല. യേശു ഒരു നിയമവും ലംഘിച്ചില്ല. പക്ഷെ നിയമം ലംഘിച്ചവരെയൊക്കെ കർത്താവ് ന്യായീകരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യും. എൻ്റെ അർത്ഥം അവൻ ആ തെറ്റിനെ അംഗീകരിച്ചു എന്നല്ല, ആരെയും തള്ളി പറഞ്ഞില്ല. ശാപത്തിൽ കതിര് പഠിച്ച ശിഷ്യന്മാരെ പോലെ തള്ളി പറഞ്ഞില്ല. പാപം ചെയ്ത് മുമ്പിൽ വന്ന് നിലവിളിച്ച് കിടന്ന സ്ത്രീയെ തള്ളി പറഞ്ഞില്ല. തെറ്റ് ചെയ്ത ഒരാളെയും കർത്താവ് തള്ളി പറഞ്ഞില്ല. അവരെയൊക്കെ കരുണയോടെ ചേർത്തത്. പക്ഷെ കർത്താവ് ഈ പറഞ്ഞ ഒരു തെറ്റും ചെയ്തതുമില്ല. അവൻ എല്ലാ നിയമങ്ങളും പാലിച്ചു. നിയമങ്ങൾ പാലിക്കാൻ പറ്റാത്ത ദുർബലരായ മനുഷ്യരെ ചേർത്ത് പിടിച്ചു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു നല്ല ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതാണ് ഈ മുനിയായ സ്ത്രീയുടെ സൗഖ്യത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നിയമവും മറ്റുള്ളവർക്ക് കരുണയും എന്നുള്ളത് നമ്മുടെ ഒരു മനോഭാവമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കും.